രാം രാം സാർ. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് വന്നിരിക്കുന്നത് ജോധ്പൂരാണ്. നമ്മുടെ ഇന്ത്യയുടെ ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്ന ജോധ്പൂരിലേക്ക്. ഒത്തിരി വൈബ്രന്റ് കളേഴ്സും കളർഫുൾ ആയിട്ടുള്ള ആൾക്കാരും സ്ഥലങ്ങളും കോട്ടകളും എല്ലാം നിറഞ്ഞ ജോധ്പൂർ. ജോധ്പൂരിന് കേവലം മുഗളന്മാരുടെ മാത്രം ചരിത്രമല്ല, ആര്യന്മാരുടെയും ഒത്തിരി ഹിസ്റ്ററി അടങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടുത്തെ ഓരോ കോട്ടകൾ കണ്ടാലും ഓരോ സ്ഥലങ്ങൾ കണ്ടാലും അതിൻ്റെയൊക്കെ പിന്നിൽ ആയിരക്കണക്കിനും 2000 വർഷങ്ങളുടെ ചരിത്രം ഉറങ്ങുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ സൈറ്റ് സീയിങ്ങിൻ്റെ മാപ്പിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മേരങ് ഫോർട്ട്, പിന്നെ ഉമയ് ഭവൻ പാലസ്, പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് വെൽ ഉണ്ടെന്ന് പറയുന്നു, അത് കാണണം. പിന്നെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, പിന്നെ ഒത്തിരി ലോക്കൽ മാർക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു പ്ലാൻ. അറിയില്ല, കാരണം ഫോർട്ട് ശരിക്കും പറഞ്ഞാൽ 9 മണി തൊട്ട് 5 മണി വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. പിന്നെ ക്ലോക്ക് ടവറും സ്റ്റെപ്പ് വെല്ലും ഒക്കെ നൈറ്റ് വ്യൂ ആണ് അടിപൊളി എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. जी, सब यही करते हैं. हमारी दादाजी परदादाजी सब यही काम करते हैं. अभी आपने रेस्टोरेंट में भी देखा ऊपर बोल का काम किया हुआ, सब हमारे किया മിനിയേച്ചർ പെയിന്റിങ്ങുകളാണ്. ഈ പെയിന്റിങ്ങുകളെല്ലാം ഇതൊരു കാർഡ് രൂപത്തിലാക്കിയിരിക്കുന്നതാണ് ഇവര്. അപ്പോൾ ഇവര് ഫാമിലി ആയിട്ട്, അതായത് അച്ഛനപ്പൂപ്പന്മാർ തൊട്ട് ചെയ്തു വരുന്നതാണ്. അതുപോലെ തന്നെ ഈ വോളിൽ മെയിഡിൽ കാണുന്നത്, നമ്മൾ പോയി റെസ്റ്റോറൻറ്റിൽ ഇതുപോലെയുള്ള പെയിന്റിങ്സും കാര്യങ്ങളും എല്ലാം ഇവർ തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ പല റേറ്റിൽ വരുന്നത്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ 3 പിക്ചേഴ്സ് വരുന്നതാണ്. ഇതിനൊക്കെ 1200 രൂപയാണ്. ഇങ്ങനത്തെ സിംഗിൾ പിക്ചേഴ്സ് വരുന്നതിന് 500 രൂപയൊക്കെയാണ് റേറ്റ്. ഇവരുടെ വീട്ടിൽ എല്ലാവരും ഇത് ചെയ്യുന്നതാണ് പറയുന്നത്. ഇതവിടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഈ കളർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഈ കൊടുത്തിരിക്കുന്ന ഗോൾഡൻ കളർ വരുന്ന പെയിൻ്റാണ്. പുള്ളി ഏതോ പടത്തിൻ്റെ വരയിലായിരുന്നു. ഇതാ ഇത് ഒത്തിരി ഭയങ്കര രസമുള്ള, ഭയങ്കര പഴയ പേപ്പർ ചെയ്ത പോലെ നല്ല രസമുള്ള പെയിൻറ്റിങ്സ് ഒക്കെയാണ്. ഭയങ്കര ഭംഗിയായിട്ടുള്ളതാണ്. ഒരു ട്രഡീഷണൽ വെഡ്ഡിങ് പിക്ചറാണ് കാണുന്നത്. ഇതിൻ്റെ അകത്ത് പല സ്ഥലത്തു നിന്നുള്ള രാജകുമാരന്മാരും രാജകുമാരിമാരും അതുപോലെ തന്നെ കല്യാണ പെണ്ണും ചെക്കനും എല്ലാം പല്ലക്കുകളിൽ ഏറി വരുന്നു. പിന്നെ ഒത്തിരി വാദ്യമേള ഘോഷങ്ങൾ സൈഡിലൂടെ നടക്കുന്നു. ഇതാ ആനപ്പുറത്തൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതാ കോട്ടകളിൽ നിന്നൊക്കെ നോക്കുക, ഇതുപോലെ ചെറിയ ചെറിയ തലവന്മാരും അവരുടെ ഭാര്യമാരും ഒക്കെയാണെന്ന് തോന്നുന്നു. ഒക്കെ നോക്കിയിരിക്കുന്ന ഒരു പണ്ടത്തെ അതിമനോഹരമായ ഒരു ചിത്രം. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് സർദാർ മാർക്കറ്റിലേക്കാണ്. ക്ലോക്ക് ടവറിന് ചുറ്റുമുള്ള ആ ഏരിയനെയാണ് സർദാർ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അവിടെ ഞങ്ങളൊരു ചായക്കടയിൽ കയറി. അപ്പം ഡൽഹിയിൽ കിട്ടുന്ന പോലെ ജിഞ്ചർ ഇട്ട ചായയല്ല, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നല്ല കടുപ്പമുള്ള ക്രീമായിട്ടുള്ള ചായ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായയ്ക്ക്. അപ്പം ഈ സർദാർ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി ഹാൻഡിക്രാഫ്റ്റ്സ് വിൽക്കുന്ന കടകൾ, കൊച്ചു കൊച്ചു കടകൾ ഒത്തിരി ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ വഴികൾ എന്ന് പറയുന്നതാണെങ്കിലും ഒരു കാറൊന്നും പോയി നമ്മൾ കാണുന്നില്ല. കൂടുതലും ബൈക്കുകളും സ്കൂട്ടറുകളും പിന്നെ കുഞ്ഞി ഓട്ടോറിക്ഷകളും പോകുന്ന വഴികളാണ്. അത്രയും ചെറുതാണ് ഈ ഗലികൾ എന്ന് പറയുന്നത്. ചേഞ്ച് ഓഫ് പ്ലാൻസ്. അപ്പോൾ ഞങ്ങൾ ഫോർട്ടിൽ പോയില്ല, പകരം ബ്ലൂ സിറ്റി റോം ചെയ്യാമെന്ന് വിചാരിച്ചു. ബ്ലൂ പെയിൻ്റ് അടിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂടിനെ അല്ലെങ്കിൽ ചൂടിന് നിന്ന് ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്.
ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാ നമ്മൾ ജംഗ്ഷനിൽ കാണുന്ന പോലത്തെ ഒരു ബിറ്റ് ഓഫ് ട്രഡീഷൻ, കുറച്ച് മോഡേൺ അങ്ങനത്തെ വീടുകളല്ല. പക്ക ട്രഡീഷണൽ ജോധ്പൂരിൻ്റെ കൊത്തുപണികളും അതുപോലെ തന്നെ കല്ലിലും എല്ലാം തീർത്തിട്ടുള്ള വീടുകളാണ് ഇവിടെ മൊത്തം കാണുന്നത്. അല്ലെങ്കിൽ നമുക്ക് പലതും കാണുമ്പോൾ ഇത് ഏതോ കൊട്ടാരത്തിൻ്റെ ഭാഗമാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ജനലുകളും വാതിലുകളും ഉള്ള പോലത്തെ എന്താ പറയുന്നത്, മനോഹരം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകുന്ന തരത്തിൽ അത്രയും സൗന്ദര്യമുള്ള വീടുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വീടിന് നീല നിറം അടിച്ചവർ മാത്രമല്ല ഉള്ളത്, ഇതിന് ഐതിഹ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. പാലാഴി മഥനത്തിന്റെ സമയത്ത് കാളകൂട വിഷത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാനായിട്ട് ശിവഭഗവാൻ ആ വിഷം കുടിച്ചുവെന്നും ഭഗവാൻ നീല നിറമായി മാറിയെന്നുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വിശ്വസിച്ച ശിവഭക്തന്മാർ തങ്ങളുടെ വീടിന് നീല നിറം നൽകിയെന്നത് ഒരു ചരിത്രം. മറ്റൊന്ന്, പണ്ട് നമ്മുടെ നാട്ടിലെ സോഷ്യൽ സ്റ്റാറ്റസ് നിർണ്ണയിച്ചുകൊണ്ടിരുന്നത് കൂടുതലും ഹിന്ദുക്കളായിരുന്നു. അതിൽ തന്നെ ഹിന്ദു ബ്രാഹ്മണർ എന്ത് ചെയ്തെന്നാൽ അവരെ മറ്റു ജാതിക്കാരിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി തങ്ങളുടെ വീടിന് നീല നിറം നൽകിയെന്ന് മറ്റൊരു ചരിത്രം. എന്തുകൊണ്ടാണ് ബ്ലൂ സിറ്റി എന്ന് വിളിക്കുന്നത് എന്നുള്ളൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പയ്യനെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ചോദിച്ചു എൻ്റെ മേളിൽ കയറിക്കോട്ടെ. അവരുടെ വീടിൻ്റെ അകത്തേക്ക് കയറാനും അവരുടെ ടെറസിൽ നിന്ന് ആ വ്യൂ കാണാനുമായിട്ടുള്ള അനുവാദം അവർ തന്നു. നമുക്കപ്പോൾ ഇവിടെ കാണുന്ന പോലത്തെ സാധാരണ വലിയ ഹവേലികൾ പോലത്തെ അല്ല, സാധാരണക്കാർ ജീവിക്കുന്ന ഒരു ചെറിയ വീടാണ്. ആ വീടിൻ്റെ അകത്തേക്കാണ് പോകുന്നത്, അവരുടെ ടെറസിലേക്കാണ് നമ്മൾ പോകുന്നത്. ബ്ലൂ സിറ്റിയുടെ കാഴ്ചകൾ കാണാൻ പോകുന്നത് ഇവരുടെ ടെറസിൽ നിന്നാണ്. പാകിസ്ഥാൻ, ചൈന പോലുള്ള രാജ്യങ്ങളുമായിട്ട് അതിർത്തി ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ജോധ്പൂർ. അപ്പം രാത്രി കാലങ്ങളിൽ അവർ ആക്രമിക്കാൻ വരുന്ന സമയത്ത് മേലിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ ഡാർക്ക് ബ്ലൂ കളർ ആയതുകൊണ്ട് ഇവിടെ ആൾ താമസം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീല കളർ അടിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട്. മെഹ്റം ഫോർട്ടിൻ്റെ രണ്ട് സൈഡിലും അല്ലെങ്കിൽ ചുറ്റിലുമായിട്ട് പടർന്നു കിടക്കുന്ന ബ്ലൂ സിറ്റിയുടെ ആദ്യത്തെ ഒരു സൈഡ് കവർ ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് പഴയ മാർക്കറ്റിലേക്ക് തന്നെ വന്നു. പൊതുവെ നോർത്ത് ഇന്ത്യയിലെ ആൾക്കാർ അത്ര വെൽക്കമിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരാനും വളരെ ഇൻട്രസ്റ്റ് ഉള്ളവരായിട്ട് തോന്നി. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനിപൂരി കടകൾ പൊതുവെ വളരെ കുറവായിട്ടാണ് കണ്ടത്. കൂടുതലും സ്വീറ്റ് ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ കാണുന്നത് പച്ചേത്തിയ ഹിൽസിലേക്കുള്ള വഴിയാണ്. ഈ വഴിയിലൂടെ പോയാലാണ് നമുക്ക് ബ്ലൂ സിറ്റിയുടെ, അതായത് മെഹ്റം ഫോർട്ടിൻ്റെ അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റുകയുള്ളൂ. പോകുന്ന വഴിയിലൊക്കെ വഴി തെറ്റാതിരിക്കാൻ എന്നോണം ഇതുപോലെയുള്ള ഒത്തിരി പടങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. രാജഭരണം അവസാനിച്ചിട്ട് കാലങ്ങളായെങ്കിലും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചിത്രങ്ങളാണ് നമുക്ക് എല്ലാം ഇവിടെ കാണാൻ പറ്റുക. ശരിക്കും ജോധ്പൂരിൻ്റെ പഴയ പേരെന്ന് പറയുന്നത് മാർവാർ എന്നായിരുന്നു. 15ാമത് റാത്തോഡ് രാജാവായിരുന്ന റാവു ജോധയാണ് ജോധ്പൂർ എന്നുള്ള പേര് കൊടുത്തത്. പച്ചേത്തിയ ഹിൽസിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു അമ്പലം കാണാൻ പറ്റും. പിന്നെ സൺസെറ്റിന് ഏറ്റവും നല്ലൊരു വ്യൂ ആണ് സത്യം പറഞ്ഞാൽ പച്ചേത്തിയ ഹിൽസിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലൊരു 3-4 റൂഫ് ടോപ്പ് കഫേസും അവൈലബിൾ ആണ്. ജോധ്പൂരിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഹ്യൂമിഡാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ആദ്യം ബ്ലൂ സിറ്റിയുടെ ജസ്റ്റ് ഒരു സൈഡ് കവർ ചെയ്തതിന് ശേഷം ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണാൻ പറ്റും. അതായത് ഒരു നമ്മൾ പറഞ്ഞൊരു ഫോർട്ട് മെഹ്റം ഫോർട്ടാണ്. ആ ഫോർട്ടിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും നമുക്ക് ബ്ലൂ പെയിൻ്റ് അടിച്ച ബിൽഡിങ്സ് കാണാം. അത് രണ്ടും സിറ്റികളാണ്. അത് രണ്ടും ബ്ലൂ സിറ്റീസ് തന്നെയാണ് അറിയപ്പെടുന്നത്. പച്ചേത്തിയ ഹിൽസിൽ നിന്നായിട്ടാണ് ജോധ്പൂരിൻ്റെ അങ്ങേ സൈഡും ഇങ്ങേ സൈഡും ഉള്ള ബ്ലൂ സിറ്റി വ്യൂസ് ഞങ്ങൾ കണ്ടത്.
അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് താഴെ നോക്കിക്കഴിഞ്ഞപ്പോൾ താഴെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും എല്ലാവരും പട്ടം പറത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ ബ്ലൂ സിറ്റിയുടെ വ്യൂ കാണാൻ കണ്ട അതേ വീട്ടിൽ തന്നെ കുട്ടികൾ പട്ടം പറത്തുന്നതാണ്. ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ വന്നോട്ടേന്ന്. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ പട്ടം പറത്താൻ പോവാണ്. ഞാൻ ഇതുവരെ പട്ടം പറത്തിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കറിയില്ല ഇങ്ങനെ പറത്തുന്നതെന്ന്, പക്ഷെ നമുക്ക് നോക്കാം. അവരെന്തായാലും വാന്ന് പറഞ്ഞിട്ടുണ്ട്. സൺസെറ്റ് കാണണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചെങ്കിലും മേഘങ്ങൾ ഞങ്ങൾ ചതിച്ച് കളഞ്ഞു. അപ്പം സൺസെറ്റ് നടക്കാതിരുന്നതുകൊണ്ട് ഞങ്ങൾ പതുക്കെ താഴേക്ക് ഇറങ്ങി സർദാർ മാർക്കറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നു. അവിടെ നമ്മൾ താഴേക്ക് ഇറങ്ങുന്ന വഴിയിലെല്ലാം ഇതുപോലുള്ള ഒത്തിരി കൊച്ചു കൊച്ചു കടകളുണ്ട്. അവിടെ വളകളുണ്ടാക്കുന്ന കടകളുണ്ട്, പെർഫ്യൂംസ് വിൽക്കുന്ന കടകളുണ്ട്, ഹാൻഡിക്രാഫ്റ്റ്സ് വിൽക്കുന്ന അങ്ങനെ പല വിധത്തിലുള്ള കടകളുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ നേരെ പോയത് ക്ലോക്ക് ടവറിലേക്കാണ്. ക്ലോക്ക് ടവറിൻ്റെയും സ്റ്റെപ്പ് വെല്ലിൻ്റെയും നൈറ്റ് വ്യൂ ആണ് അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്ലോക്ക് ടവറിലേക്ക് ആദ്യം പോയത്. അവിടെ നമുക്ക് അകത്ത് കയറാനായിട്ട് 25 രൂപ എന്തോ എൻട്രി ഫീ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും ടോപ്പ് വരെ ഒന്നും പോകാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലോർ വരെ പോകാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു സെൽഫി പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്നല്ലാതെ സത്യത്തിൽ അത്ര രസമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ചിലപ്പോൾ ഏറ്റവും ടോപ്പിൽ പോയിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടിയാണ്. പക്ഷേ ഇത് ജസ്റ്റ് എന്താ പറയുക, ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് താഴേക്ക് നോക്കിയപ്പോൾ സത്യത്തിൽ സന്ധ്യയായി ഇരുട്ടായതൊക്കെ കൊണ്ട് തന്നെ മാർക്കറ്റിലെ ബഹളങ്ങളും പതുക്കെ ഒന്ന് അടങ്ങി തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം ജോധ്പൂരിലെ ഫസ്റ്റ് ഡേയുടെ വിശേഷങ്ങളെല്ലാം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.